ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എക്സ്ട്രാ ക്രിസ്പിയും ജ്യൂസിയും ഒക്കെ ആയിട്ടുള്ളൊരു ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാം. നഗറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നുക അത് മാർക്കറ്റിൽ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഒരു സ്നാക്കാണെന്നാണ്. പക്ഷേ വീട്ടിൽ ഫ്രഷായി പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. ബിഗിനേഴ്സ് ആയാൽ പോലും ഒരു ടെൻഷനും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയാവും. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഫ്രീസ് ചെയ്തും യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ച ശേഷം ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. മുകൾ ഭാഗം നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വെന്തും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 350 ഗ്രാമോളം സ്മാൾ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് ബ്രെഡ് എടുക്കുന്നുണ്ട്. ഒരു 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഷേപ്പ് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രെഡ് ഓപ്ഷണലാണ്. ബ്രെഡൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതേ ഉള്ളൂ. 2 എണ്ണം മാത്രമാണെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ബ്രെഡ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത്രയും ചേർത്താൽ മതി. 1 ടീസ്പൂൺ സോയാ സോസും കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ജാർ അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് പോലെ വരണം. ചപ്പാത്തി മാവൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ അങ്ങനെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിന് കിട്ടണം കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അല്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ കാശ്മീരി ചില്ലി പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് കുഴച്ച് ഉരുട്ടി ഒരു ബോൾ പോലെ എടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം. ഞാനിതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പ്ലേറ്റിൽ നിരത്തുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ സ്റ്റാറിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ ഷേപ്പിൽ ചെയ്ത് കൊടുത്താൽ അവർക്കത് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. നമുക്കിനി ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പുറത്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതാ ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമല്ല, പക്ഷേ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് കിട്ടും. ഞാൻ ഈ ചിക്കനൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 3 ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പൊടിച്ച് വെക്കുന്നത്. ഒരുപാട് അങ്ങ് ഫൈനായി പൊടിയാനും പാടില്ല, ഒരുപാട് തരികൾ ഉണ്ടാവാനും പാടില്ല. ഞാനിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുട്ടയ്ക്ക് പകരം കോൺഫ്ലവറും പാലും മിക്സ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദ മിക്സ് എടുക്കാം. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ഈ മുട്ടയിലേക്ക് ഒരല്പം ഉപ്പും 1 ടീസ്പൂണോളം തന്നെ കുരുമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലെടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. കോൺഫ്ലവറും പാലും ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതും ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അല്പം മൈദയും പാലും കുരുമുളകും ഉപ്പും കൂടെ ചേർത്താലും മതിയാവും. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ മുട്ട ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കണമെന്നുമില്ല. മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്താലും മതിയാവും. ഈ പാലും മുട്ടയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ മുട്ട മിക്സും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും റെഡിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നഗറ്റ്സിൻ്റെ ഡോ ഒന്ന് പുറത്തെടുക്കാം. ഇപ്പോൾ ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ടൊന്നും മടങ്ങിയൊന്നും പോകുന്നില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒട്ടിപ്പിടിക്കുന്നതും ഇല്ല, നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ പാത്രത്തിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെയും കിട്ടും. ഇതിപ്പോൾ ഞാനെല്ലാം ഇതാ സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുട്ട മിക്സിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നഗറ്റ്സ് എല്ലാം തന്നെ ഇങ്ങനെ മുട്ട മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നഗറ്റ്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് 2 തവണ ഇതൊന്ന് മുട്ട മിക്സിൽ മുക്കിയ ശേഷം 2 തവണ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആയിട്ടും കിട്ടും. ഞാനിപ്പോൾ ഒറ്റ തവണ മാത്രമേ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിലായാലും ചേർത്ത് കൊടുക്കാം. നോൺ ഫ്ലേവർഡ് ആയിട്ടുള്ള ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റണം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ബ്രെഡ് ക്രംസ് മുകളിൽ കോട്ട് ചെയ്ത് ചെയ്യുന്ന എന്തും ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒരു സൈഡൊന്ന് ചെറുതായി മുരിഞ്ഞു വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിം കീപ്പ് ചെയ്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉള്ള വെന്ത് കിട്ടാൻ ഒരല്പം സമയം എടുക്കും. അതുപോലെ തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു. ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. വളരെ കനം കുറച്ച് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. ഇതിപ്പോൾ ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാനൊരല്പം ലെറ്റ്യൂസ് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. കടകളിൽ നിന്നൊക്കെ നമ്മൾ നഗറ്റ്സ് വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. വീട്ടിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.